ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈക്ക് ലൈഫ് ബാലൻസ് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സുഹൃത്ത്, ബൈക്ക് ലൈഫ് ബാലൻസ് അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ റൈഡ് പോകാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതേസമയം ഒട്ടുമിക്ക റൈഡേഴ്സിനും അവരുടെ പാർട്ട്നേഴ്സ് കൂടെ ചവിട്ടുന്നവരായിരിക്കത്തില്ല, ഒരുപക്ഷെ സൈക്ലിംഗ് അറിയാത്തവരായിരിക്കും. അപ്പോൾ റൈഡേഴ്സ് എന്താണ് ചെയ്യുന്നത്? വീക്കെൻഡുകൾ കാത്തിരിക്കും, വീക്കെൻഡുകൾ ലോങ് റൈഡുകൾ പ്ലാൻ ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രിയായിരിക്കും വന്ന് കയറും. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ ഫാമിലി അവർ നമ്മളെ ആശ്രയിച്ചായിരിക്കും അവർ ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേ സമയമായിരിക്കും നമ്മൾ സൈക്ലിംഗ് ഗ്രൂപ്പുകളിൽ റൈഡുകൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ബൈക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വെക്കേഷൻസ്, ക്രിസ്മസ്, ഓണം, ലോങ് വെക്കേഷൻ വരുമ്പോൾ നമുക്ക് ബൈക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു റൈഡ് ക്യാൻസൽ ചെയ്തിട്ട് ഫാമിലിയുമായിട്ട് ഒരു ഔട്ടിങ് പോകും. ആ ഒരു ഔട്ടിങ്ങിന്റെ ബലത്തിൽ നമുക്ക് ഒരു മാസമെങ്കിലും റൈഡിന് പോകാം. അതിനുശേഷം ഒരു ദിവസം അവർക്കായിട്ട് മാറ്റി വയ്ക്കുക. ഒരു അത്യാവശ്യം നല്ലൊരു ഔട്ടിങ്ങിന് അവരെ കൊണ്ടുപോയാൽ നമുക്ക് ഒരു മാസത്തേക്ക് അതും പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാം. എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുപോകുന്നത് വർക്കല ബീച്ചായിരിക്കും. വർക്കല ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും പ്രത്യേക വൈബായിരിക്കും വർക്കല ബീച്ചിന്. ചില സമയത്ത് തീരം കൂടുതൽ കാണും, കുറവ് കാണും. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ വർക്കല ബീച്ചൊന്നും ഒരിക്കലും ഞാനും എൻ്റെ ഫാമിലിക്കും നമുക്കൊരു മടുപ്പ് തോന്നാറില്ല. കാരണം ഓരോ സീസണിലും ഓരോ വൈബായിരിക്കും വർക്കല ബീച്ച് തരുന്നത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, കുറേ ഗെയിംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം അങ്ങോട്ടൊന്ന് പോയാൽ അതിൻ്റെ പേരിൽ കുറേ ദിവസം റൈഡ് പോകാം. ഓക്കെ, ഇന്ന് നമ്മുടെ സൈക്കിൾ ഓഫ് ട്രിവിയൻസിന് പൊന്മുടി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു അവരെ കൂടെ പോയാൽ നാളെ വേറൊരു റൈഡുണ്ട്. അപ്പോൾ അതിനെനിക്ക് പോകാൻ പറ്റാതാകും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഈ റൈഡ് സ്കിപ്പ് ചെയ്തിട്ട് ഫാമിലിയും കൊണ്ട് പൊന്മുടി പോകാം. പൊന്മുടി അപ്പോൾ അവരെ റൈഡേഴ്സിനെ കാണുകയും ചെയ്യാം. അതിൻ്റെ കൂടെ ഫാമിലിയും കൊണ്ടുപോകുമ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയി. അപ്പോൾ എനിക്കിനി ഏകദേശം 1-2-3 ആഴ്ച ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊന്മുടിയിലൊക്കെ കൊണ്ടുപോയില്ലേ, ഇനി ഞാൻ കുറച്ച് റൈഡ് പോട്ടെ, തടിയൊക്കെ കൂടി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇറങ്ങിപ്പോ. ഇന്ന് വർക്കല ബീച്ച് പറഞ്ഞ പോലെ തന്നെ പൊന്മുടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ അവിടെ നല്ല കോടമഞ്ഞ് കാണും, നല്ല തണുപ്പായിരിക്കും, ചില സമയത്ത് മഴയായിരിക്കും, ചില സമയത്ത് ചെല്ലുമ്പോൾ വെയിലായിരിക്കും. ഇഷ്ടംപോലെ പ്രാവശ്യം ഞാൻ പൊന്മുടി പോയിട്ടുണ്ട്. സൈക്കിളിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അല്ലാതെ എല്ലാ ഓണ സീസണിലൊക്കെ ഞാൻ പണ്ടേ പോകുമായിരുന്നു. ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ വൈബാണ്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ഒരു വൈബായിരുന്നു. ഒടുക്കത്തെ കാറ്റെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഉടുപ്പെല്ലാം അടിച്ച് പറത്തി, മുടിയെല്ലാം പറന്ന്, വിഗ്ഗൊക്കെ വെച്ചോണ്ട് പോയാൽ അതൊക്കെ പറന്നു പോരെ. അതൊക്കെ കാറ്റടിച്ച് പറത്തി ഒരു രക്ഷയില്ലായിരുന്നു. കിടിലം വൈബായിരുന്നു. അപ്പോൾ നമ്മളെ സൈക്കിൾ ട്രിവിയൻസിലെ നമ്മളെ മച്ചാന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചവിട്ടി കയറി വന്നു. ഞാൻ കാറിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവരെയൊക്കെ മുകളിൽ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ടയർ പഞ്ചറായി പോയി. അങ്ങനെ കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ 10:30 തൊട്ട് 1 മണി വരെ വെയിറ്റ് ചെയ്തു. കുറേ പേരൊക്കെ എത്തി, അവരെയൊക്കെ കണ്ടു, സെൽഫിയൊക്കെ എടുത്തു, എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ബൈക്ക് ലൈഫ് ബാലൻസ് ആരും മറക്കണ്ട. നിങ്ങളെ റൈഡിന് മാത്രമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫാമിലിയെ കൂടെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെയും കുറച്ചൊക്കെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് മാക്സിമം ട്രൈ ചെയ്യുക. അവരെയും കൂടെ റൈഡിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അവരൊക്കെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഔട്ടിങ്ങൊക്കെ കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് റൈഡിന് പോണതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളും റൈഡുകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. എല്ലാരും ഉണ്ടാ? അവരിവിടെ ഉണ്ട്. പോട്ടാ നമ്മള് പതുക്കെ മോനുസ്